പഴയ നിയമ ശബത്ത് നിബന്ധനകൾ ക്രിസ്തീയ സഭയ്ക്കിന്ന് ബാധകമാണോ? ക്രിസ്ത്യാനിയുടെ ശബത്താണോ ഞായറാഴ്ച? അതോ ക്രിസ്തീയ സഭ ശബത്ത് നിയമങ്ങളിൽ നിന്നും സ്വതന്ത്രരായി എല്ലാ ദിവസവും ഒരുപോലെ പ്രധാനപ്പെട്ടതായി കാണുകയാണോ വേണ്ടത്? ജീവസന്ദേശത്തിൻ്റെ പുറപ്പാട് പുസ്തക പഠനത്തിലേക്ക് സ്വാഗതം. സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ദിവ്യാത്മാവിനാൽ നിറയ്ക്കപ്പെട്ട ബസലേലിനെയും ഒഹേലിയാബിൻ്റെയും ചരിത്രം പുതിയ നിയമസഭയിലെ സ്തേഫാനോസിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. അവൻ്റെ ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കുവാൻ അവൻ്റെ വിരോധികൾക്ക് കഴിഞ്ഞില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ നാം കാണുന്നു. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ ആത്മീയ വളർച്ചയ്ക്കായി ദൈവമാക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷാ വൃന്ദങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ വിളിയും തിരഞ്ഞെടുപ്പും തിരിച്ചറിഞ്ഞ് അവരെ വേർതിരിക്കേണ്ടത് സഭയുടെ മുന്നേറ്റത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ്. പുറപ്പാട് പുസ്തകം 31 അധ്യായം 1 മുതൽ 32 അധ്യായത്തിൻ്റെ 6 വാക്യം വരെ. സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള പഠനത്തിൽ നിന്നും പുറപ്പാട് പുസ്തകം 31 അധ്യായം വ്യതിചലിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് പുറപ്പാട് പുസ്തകം 31 അധ്യായമാണ്. ഇത് സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾക്കും ന്യായപ്രമാണം നൽകപ്പെടുന്നതിനും ഇടയിലുള്ള സമയമാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവം നൽകിയ നിർദ്ദേശങ്ങളും കൽപ്പനകളും സ്വീകരിച്ചുകൊണ്ട് മോശ ദീർഘസമയം സീനായി പർവ്വതത്തിൽ ചെലവഴിച്ചു. അവൻ്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരുന്ന ഇസ്രായേൽ മക്കൾ അക്ഷമരായി തീർന്നു. സമാഗമന കൂടാരം ഉണ്ടാക്കുന്നതിൽ സഹായിച്ച പണിക്കാരെക്കുറിച്ച്, പ്രത്യേകിച്ച് സങ്കീർണമായ ഉപകരണങ്ങൾ ഉണ്ടാക്കുവാൻ പ്രത്യേകമായ വരം ലഭിച്ച ഒരാളെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 31 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. അതോടെ നമുക്ക് ആരംഭിക്കാം. 31 അധ്യായത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഇതാ ഞാൻ യഹൂദ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരമുണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ഞാൻ ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിൻ്റെ മകനായ ഒഹലിയാബിനെ അവനോടുകൂടെ ആക്കുകയും സകല ജ്ഞാനികളുടെ ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും അവർ ഉണ്ടാക്കും. ഈ പറഞ്ഞ ആളുകൾക്കും അവരുടെ സഹായികൾക്കും പണി ചെയ്യുവാൻ പ്രത്യേകമായ വരങ്ങൾ നൽകിയിരുന്നു. സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളും വസ്ത്രങ്ങളും അവർ ഉണ്ടാക്കി. ദൈവത്തിൻ്റെ ആത്മാവ് അവരെ തൻ്റെ വേലയ്ക്കായി സജ്ജമാക്കി എന്ന് നാം കാണുന്നു. ഈ വേലയ്ക്കായി ദൈവം ബസലേലിനെ വിളിക്കുന്നതിന് മുൻപ് അവൻ്റെ ജോലി എന്തായിരുന്നു? അവൻ്റെ തൊഴിൽ കൊത്തുപണി ആയിരുന്നു എന്നും സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങളുടെ പണി അവൻ ചെയ്തിരുന്നു എന്നും നമുക്ക് കരുതാം. എന്നാൽ ദൈവം അവന് തൻ്റെ വേലയ്ക്കായി പ്രത്യേകമായ വരം നൽകിയിരുന്നു. ദൈവം ഒരു മനുഷ്യന് ഏത് കാര്യത്തിന് പ്രാപ്തി നൽകിയിരിക്കുന്നുവോ അതാണ് അവൻ ചെയ്യേണ്ടത്. അതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ദൈവം വ്യക്തമായി അവന് കാണിച്ചു കൊടുത്തിട്ടായിരിക്കണം. 4 പേർ കാണുന്ന പണി വല്ലതും ഉണ്ടെങ്കിൽ അത് ചെയ്യുവാനാണ് എല്ലാവർക്കും താല്പര്യം. ഒരു ചെറിയ കൂട്ടത്തിൻ്റെ മുൻപിൽ പോലും പ്രസംഗിക്കുവാൻ കഴിവില്ലാത്തവർ വലിയ പ്രസംഗകർ എന്ന ഭാവേന എടുത്തു ചാടി ആകെ കുഴപ്പത്തിലാകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ പാടുവാൻ കഴിവില്ലാത്ത അനേകരും പണവും സ്വാധീനവും ഉള്ളതിനാൽ വലിയ പാട്ടുകാരെന്ന് ചമഞ്ഞ് നടക്കുന്നത് കണ്ടിട്ടില്ലേ? സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാൻ നല്ല കഴിവുള്ള ഒരു വ്യക്തി അത്
പ്രശസ്തി നൽകാത്ത ജോലിയാണെന്ന് ചിന്തിച്ച് പള്ളിയിലെ സെക്രട്ടറി ആകുവാൻ ശ്രമിച്ചാൽ ആകെ കുഴപ്പത്തിലാകും. നമുക്ക് നല്ലതെന്ന് തോന്നുന്നതിൻ്റെ പിന്നാലെ പോകുന്നതിനാൽ പലപ്പോഴും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ ഉപയോഗശൂന്യമായി പോകുന്നു എന്ന വസ്തുത നാം ഒരിക്കലും മറക്കരുത്. ദൈവം നൽകിയിട്ടുള്ള വരം ഉപയോഗിക്കുന്നതിൽ ഓരോരുത്തരും നിഷ്കർഷത ഉള്ളവരായിരിക്കേണ്ടതാണ്. കാരണം ദൈവം ആർക്കും വെറുതെ ഒരു വരവും നൽകാറില്ല. ഇവിടെ ബെസലേലിനെ വേണമെങ്കിൽ ഇന്നത്തെ ചില മതഭക്തരെ പോലെ ചിന്തിക്കാമായിരുന്നു. കർത്താവേ, എനിക്ക് അഹ്റോനെ പോലെ മഹാപുരോഹിതൻ്റെ വസ്ത്രങ്ങൾ ധരിക്കണം, അഹ്റോനെ പോലെ എനിക്ക് നിന്നെ ശുശ്രൂഷിക്കണം എന്ന് പറയുമായിരുന്നു. ഒരു വിധത്തിൽ ഈ മനുഷ്യൻ്റെ വരം അഹ്റോൻ്റെ വരത്തേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ഞാനങ്ങ് ചിന്തിക്കുകയാണ്. സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് അവൻ്റെ കഴിവുകൾ അത്യാവശ്യമായിരുന്നു. ദൈവം നമുക്ക് താലന്തുകളെ നൽകുന്നു. ഒരു താലന്തും ഒരു കഴിവും ഇല്ലാത്ത ആരുമില്ല. പലപ്പോഴും ഉള്ളതിനെ തിരിച്ചറിയാതെ ഇല്ലാത്തതിനെ ഓർത്ത് വിഷമിക്കുന്നത് കൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ഉപയോഗിക്കപ്പെടാതെ പോകുന്നത്. എന്നാൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള താലന്തുകളെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മെ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കെല്ലാവർക്കും ഒരുപോലെയുള്ള താലന്തുകളും വരങ്ങളുമല്ല ഉള്ളത്. ഗായക സംഘത്തിൽ പാടുവാൻ കഴിയുന്നില്ലെങ്കിൽ, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, പരസ്യമായി സംസാരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ താങ്കൾ മോശക്കാരനാണെന്ന് ചിന്തിക്കരുത്. അങ്ങനെ ഒരു ചിന്താഗതി സഭയിൽ പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. ഒരുവന് ലഭിച്ചിരിക്കുന്ന വരം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പോഷിപ്പിക്കേണ്ടത് ആ വ്യക്തി തന്നെയാണ്. നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന വരം എന്താണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ എടുത്ത് ദൈവശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ താല്പര്യം. ഇനിയും 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. 31-12 മുതൽ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ എൻ്റെ ശബ്ബത്തുകളെ ആചരിക്കണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്നറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരു അടയാളമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ശബ്ബത്ത് ആചരിക്കണം. അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു. അതിനെ അശുദ്ധമാക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. ആരെങ്കിലും അന്ന് വേല ചെയ്താൽ അവനെ അവൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയണം. 6 ദിവസം വേല ചെയ്യണം. എന്നാൽ 7-ാം ദിവസം സ്വസ്ഥമായുള്ള ശബ്ബത്തായി യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു. ആരെങ്കിലും ശബ്ബത്ത് നാളിൽ വേല ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. ആകയാൽ ഇസ്രായേൽ മക്കൾ തലമുറ തലമുറയായി ശബ്ബത്തിനെ നിത്യ നിയമമായിട്ട് ആചരിക്കേണ്ടതിന് ശബ്ബത്തിനെ പ്രമാണിക്കണം. അത് എനിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ എന്നേക്കും ഒരു അടയാളമാകും. 6 ദിവസം കൊണ്ടല്ലോ യഹോവ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയത്. 7-ാം ദിവസം അവൻ സ്വസ്ഥമായിരുന്നു, വിശ്രമിച്ചു. നാം മനസ്സിലാക്കിയിരിക്കേണ്ടതായ മറ്റൊരു സുപ്രധാന കാര്യം ഈ ഭാഗത്ത് ഞാനിപ്പോൾ വായിച്ചു. അത് ശബ്ബത്തിനെക്കുറിച്ചാണ്. ശബ്ബത്ത് എന്നാൽ എന്താണ്? ശബ്ബത്ത് ആചരണ നിയമങ്ങൾ എന്തിനു നൽകി? പഴയ നിയമ ശബ്ബത്ത് നിബന്ധനകൾ ക്രിസ്തീയ സഭയ്ക്ക് ബാധകമാണോ? ക്രിസ്ത്യാനിയുടെ ശബ്ബത്താണോ ഞായറാഴ്ച? ഇങ്ങനെ ഒട്ടനേകം സംശയങ്ങൾ മനുഷ്യരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ അല്പം വിശദമായി നമുക്ക് ചിന്തിക്കാം. ഈ വിഷയം മനസ്സിലാക്കുവാൻ 5 പ്രധാന കാര്യങ്ങൾ നാം പരിഗണിക്കേണ്ടതുണ്ട്. 1, സൃഷ്ടിപ്പുമായുള്ള ബന്ധത്തിൽ ദൈവം 7-ാം ദിവസത്തെ ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. 2, ദൈവം മോശയിലൂടെ ഇസ്രായേൽ മക്കൾക്ക് നൽകിയ ന്യായപ്രമാണത്തിൽ ശബ്ബത്ത് ആചരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പഠിക്കണം. 3, യേശു ശബ്ബത്ത് ആചരണത്തെ കണ്ട വിധം നാം മനസ്സിലാക്കണം. 4, പുതിയ നിയമത്തിൽ ശബ്ബത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണം. 5, ശബ്ബത്തും ഞായറാഴ്ചയും, അല്ലെങ്കിൽ സഭ എന്തുകൊണ്ട് ഞായറാഴ്ചകളിൽ കൂടി വരുന്നു. 1, സൃഷ്ടിപ്പുമായി ബന്ധപ്പെടുത്തിയാണ് ആദ്യമായി ശബ്ബത്ത് ദിവസം അവതരിപ്പിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം ആദ്യത്തെ 3 വാക്യങ്ങളിൽ യഹോവയായ ദൈവം 7-ാം ദിവസത്തെ ശുദ്ധീകരിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നു. അതിൻ്റെ അർത്ഥം ദൈവം 7-ാം ദിവസത്തെ വേർതിരിച്ചു, 7-ാം ദിവസത്തെ ഉയർത്തി, സാധാരണ നിലയിൽ നിന്നും ഉത്കൃഷ്ടമാക്കി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. 3 കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ദൈവം ചെയ്തതെന്ന് അതേ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. 1,
സൃഷ്ടിപ്പ് പൂർത്തിയായി. 2, ദൈവം നിവർത്തനായി, അല്ലെങ്കിൽ റെസ്റ്റഡ് എന്നാണ് പറയുന്നത്. ദൈവം നല്ലത് എന്ന് കണ്ടു, അതുകൊണ്ട് നിവർത്തനായി. 3, 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതിൻ്റെ സ്മാരകമാകുന്നു 7-ാം ദിവസം. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 7-ാം ദിവസത്തെ വിശ്രമത്തിന് മനുഷ്യൻ്റെ വിശ്രമവുമായി യാതൊരു ബന്ധവുമില്ല. അവിടെ ആരാധനയെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആ ദിവസം വിശുദ്ധമായി ആചരിക്കണമെന്ന് ആദാമിന് കൽപ്പന നൽകിയിട്ടുമില്ല. ശബത്തിൻ്റെ നിയമം ഉൽപ്പത്തി പുസ്തകത്തിൽ എങ്ങും നൽകിയിട്ടില്ല. വീണ്ടും 7-ാം ദിവസം വരുന്നത് പുറപ്പാട് പുസ്തകത്തിലാകുന്നു. അത് നമ്മളിപ്പോൾ പഠിക്കുന്ന ഭാഗം. ദൈവം മോശയിലൂടെ ഇസ്രായേൽ മക്കൾക്ക് നൽകിയ കൽപ്പനയിലാണ് അത് നാം കാണുന്നത്. അത് മനസ്സിലാക്കിയാൽ നാം ഇന്നും ശബത്ത് നിയമത്തിൻ്റെ കീഴിലാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാകും. പുറപ്പാട് പുസ്തകം 19, 20 അധ്യായങ്ങളിൽ ദൈവം മോശയ്ക്ക് സീനായി മലയിൽ വെച്ച് തൻ്റെ കൽപ്പനകൾ നൽകുന്നത് നാം കാണുന്നു. എന്തായിരുന്നു ഈ കൽപ്പനകൾ? എന്തിനായിരുന്നു ഇവ നൽകപ്പെട്ടത്? നീതിയുടെ ദൈവിക നിലവാരമാകുന്നു ഈ കൽപ്പനകളിലൂടെ ദൈവം മോശയ്ക്ക് നൽകിയത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നീതിയുടെ ഈ നിലവാരത്തിൽ മാത്രമേ ദൈവത്തെ ഒരു മനുഷ്യന് പ്രസാദിപ്പിക്കുവാൻ കഴിയൂ. ദൈവത്തിൻ്റെ മുഴുവൻ കൽപ്പനകളും അനുസരിക്കുന്നതിൽ കുറഞ്ഞ യാതൊന്നിനാലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഒരു മനുഷ്യനും കഴിയില്ല. അതിൽ നിന്ന് വ്യതിചലിക്കുന്നതും അവ അനുസരിക്കാതിരിക്കുന്നതും അവ ലംഘിക്കുന്നതും ശിക്ഷയിലേക്കും മരണത്തിലേക്കും നയിക്കും. ദൈവം നൽകിയ കൽപ്പനകളെ 4 വ്യത്യസ്ത വിധങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒന്നാമത്, മൊത്തം കൽപ്പനകളെ 2 വിധമായി ചുരുക്കി പറഞ്ഞിരിക്കുന്നു. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നും നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും ആകുന്നു ആ 2 വിധം. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, ആവർത്തനം 10-ന്റെ 12-ൽ, ആവർത്തനം 11-ന്റെ 1-ൽ, ആവർത്തനം 19-ന്റെ 9-ൽ, ആവർത്തനം 30-ന്റെ 6-ൽ, മത്തായി എഴുതിയ സുവിശേഷം 22-ന്റെ 37 മുതൽ 40 വരെ, റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെല്ലാം ഈ 2 വിധത്തിലുള്ള കൽപ്പനകൾ പറഞ്ഞിരിക്കുന്നു. നമുക്ക് 2 തരം ബന്ധങ്ങളെ സാധിക്കൂ എന്നാണ് അതിലൂടെ പറയുന്നത്. ഒന്ന്, ദൈവവുമായുള്ള ബന്ധം, പിന്നെ മനുഷ്യരുമായുള്ള ബന്ധം. ദൈവത്തോടുള്ള തികഞ്ഞ സ്നേഹം അവനോടുള്ള നമ്മുടെ സകല കടമകളും നിറവേറ്റും. മനുഷ്യരോടുള്ള നിസ്വാർത്ഥമായ ത്യാഗപൂർവമായ തികഞ്ഞ സ്നേഹം മനുഷ്യനോടുള്ള കടമ നിറവേറ്റുവാൻ സഹായിക്കും. ഇനിയും അടുത്തതായി, മൊത്തം കൽപ്പനകളെ 10 വിധമായി ചുരുക്കി പറഞ്ഞിരിക്കുന്നു. 10 കൽപ്പനകൾ എന്ന് നാം പറയുമല്ലോ. അതിൽ ആദ്യത്തെ പകുതിയിൽ നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തെക്കുറിച്ചും 2-ാമത്തെ പകുതിയിൽ നമുക്ക് മറ്റ് മനുഷ്യരോടുള്ള ബന്ധത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. 3-ാമതായി, കൽപ്പനകളെ ബഹുവിധമായി വിവരിച്ചിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 21 മുതൽ 23 വരെ അധ്യായങ്ങളിൽ നമുക്ക് ദൈവവുമായുള്ള ബന്ധത്തിലും മനുഷ്യരുമായുള്ള ബന്ധത്തിലും അനേകം കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. അപ്പം 10 കൽപ്പനകളിൽ ആദ്യത്തെ 4 കൽപ്പനകൾ മനുഷ്യന് ദൈവവുമായുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ളതും 5 മുതലുള്ള കൽപ്പനകൾ മനുഷ്യനുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ളതുമാണ്. അതിൽ 4-ാമത്തെ കൽപ്പനയായ ശബത്തിനെ സംബന്ധിക്കുന്നത് പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൽ കൂടുതൽ വിവരിക്കുന്നതാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. അവിടെ അതിനെ സ്ഥിരമായ നിയമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ലംഘിക്കുന്നവന് മരണശിക്ഷ വരെ നൽകിയിരുന്നു. 10 കൽപ്പനകളിൽ ശബത്ത് നിയമം നൽകിയതിന് ശേഷം പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കൂടുതൽ ശബത്ത് നിയമ വിവരണങ്ങൾ ലഭിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ 7-ാം ദിവസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്ത് മനുഷ്യർ 7-ാം ദിവസം ആചരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അന്ന് ദൈവത്തെ ആരാധിക്കുവാൻ വേർതിരിക്കണമെന്ന് ആദാമിനോട് പറഞ്ഞില്ല. അബ്രഹാമുമായുള്ള ഉടമ്പടിയിലും അങ്ങനൊരു കൽപ്പനയില്ല. അങ്ങനെ നോക്കുമ്പോൾ ശബത്ത് ആചരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആദ്യ ഭാഗം നാം കാണുന്നത് ദൈവം മോശയ്ക്ക് നൽകിയ ന്യായപ്രമാണത്തിലാകുന്നു. എന്നാൽ അത് ദൈവവും ഇസ്രായേൽ ജാതിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു, അല്ലാതെ സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതല്ല. ഇസ്രായേൽ ജാതി ആചരിക്കേണ്ട ശബത്തിനെ ഒരു നിത്യ നിയമമായിട്ടാണ് പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്.
അത് യഹോവയ്ക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ എന്നേക്കും അടയാളം ആകുന്നു എന്ന് 31 അധ്യായത്തിൻ്റെ 17 വാക്യത്തിൽ പറയുന്നു. ദൈവം അബ്രഹാമുമായി ചെയ്ത ഉടമ്പടിയുടെ അടയാളം പരിച്ഛേദനയായിരുന്നു. അത് ഒരിക്കൽ മാത്രം ആചരിച്ചു വന്നതാണ്. എന്നാൽ മോശയിക നിയമത്തിൻ്റെ അടയാളം ശബത്താണ്. അത് നിത്യനിയമമായിരുന്നു. അതായത് എല്ലാ ശബത്ത് ദിവസവും യഹൂദൻ ദൈവം നൽകിയ ന്യായപ്രമാണം ഓർക്കുകയും അനുസരിക്കുകയും വേണമായിരുന്നു. അത് ലംഘിക്കുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. സംഖ്യാപുസ്തകം 15 അധ്യായത്തിൻ്റെ 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ അപ്രകാരം ഒരു മനുഷ്യനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ 7-ാം ദിവസം ശബത്തായി ആചരിച്ചതുകൊണ്ട് അത് അവസാനിച്ചില്ല. ശബത്താചരണം 7-ാം ദിവസം കൊണ്ട് അവസാനിക്കുന്നില്ല. വേറെയും ശബത്താചരണ ദിവസങ്ങൾ ആചരിക്കാൻ ഉണ്ടായിരുന്നു. ലേവ്യപുസ്തകം 23-ാം അധ്യായത്തിൽ ആ ദിവസങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ലേവ്യപുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പെസഹായെക്കുറിച്ച് പറയുന്നു. 6-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിനെക്കുറിച്ച് പറയുന്നു. 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യഫല പെരുന്നാളിനെക്കുറിച്ച് പറയുന്നു. 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പെന്തക്കോസ്ത് പെരുന്നാളിനെക്കുറിച്ച് പറയുന്നു. 23, 24 വാക്യങ്ങളിൽ കാഹളധ്വനിയുടെ ജ്ഞാപകത്തെക്കുറിച്ച് പറയുന്നു. 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ പാപപരിഹാര ദിവസം യോങ്കിപ്പേർ അതിനെക്കുറിച്ച് പറയുന്നു. 33 മുതൽ കൂടാരപ്പെരുന്നാളിനെക്കുറിച്ച് പറയുന്നു. ഇനിയും സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 28-ൻ്റെ 11 മാസാരംഭത്തെക്കുറിച്ച് പറയുന്നു. ലേവ്യ 25 ശബത്താണ്ടുകളെക്കുറിച്ച് പറയുന്നു. 26-ൻ്റെ 8 യോബേൽ സംവത്സരത്തെക്കുറിച്ച് പറയുന്നു. ഇസ്രായേലിയർ യോബേൽ സംവത്സരം ആചരിച്ചതായി ഒരു രേഖയും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ ആഘോഷങ്ങളെല്ലാം ശബത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. അതനുഷ്ഠിക്കാത്തവർക്ക് കടുത്ത ശിക്ഷയും നൽകിയിരുന്നു. കാരണം അങ്ങനെയുള്ളവർ ദൈവം ചെയ്ത നിയമത്തോട് മത്സരിക്കുകയാണ് ചെയ്തത്. ദൈവം മോശയിലൂടെ ഇസ്രായേൽ മക്കൾക്ക് നൽകിയ ശബത്ത് വിശ്രമിക്കുവാനുള്ള ദിവസമായിരുന്നില്ല. അന്നത്തെ പ്രധാന വിഷയം ആരാധനയുമല്ലായിരുന്നു. പിന്നെയോ ദൈവം നൽകിയ പ്രമാണങ്ങൾ അനുഷ്ഠിക്കുവാൻ കഴിവില്ലാത്ത മനുഷ്യൻ ദൈവത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കുമായി യാചിക്കുന്ന ദിവസമായിരുന്നു ശബത്ത് ദിവസം. അന്ന് ഒരുവൻ തൻ്റെ പരാജയം ദൈവത്തോട് നിലവിളിച്ച് സമ്മതിക്കുന്ന ദിവസമാണ്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൻ പ്രകാരം അന്ന് ആ വ്യക്തിക്ക് വീട്ടിൻ്റെ വെളിയിലിറങ്ങുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. പുറപ്പാട് പുസ്തകം 16-ന്റെ 23 പ്രകാരം അന്ന് വീട്ടിൽ ഭക്ഷണമൊന്നും പാകം ചെയ്യുവാൻ അനുവാദമില്ലായിരുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യപ്രകാരം യാതൊരു വേലയും അന്ന് അനുവദിച്ചിരുന്നില്ല. അങ്ങനെ അനേകം നിയമങ്ങൾ. എന്തിനാണ് ഈ ശബത്ത് നിയമങ്ങളെല്ലാം നൽകിയത്? ശ്രദ്ധിക്കണം. ആദാം നഷ്ടപ്പെടുത്തിയ പറുദീസയുടെ ഒരു താൽക്കാലിക അനുഭവം അവർക്ക് ലഭിക്കേണ്ടതിനും, അതായത് അവർ നഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ചൊരു താൽക്കാലിക ഭാവം ഉണ്ടാകേണ്ടതിനും, മശിഹ വന്ന് സ്ഥാപിക്കുവാൻ പോകുന്ന രാജ്യത്തിലേക്കുള്ള ഒരു എത്തിനോട്ടത്തിനും ആയിരുന്നു ഈ ദിവസം വേർതിരിച്ചത്. രണ്ടിടത്തും സ്വസ്ഥതയാണല്ലോ. ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെ അനുസരിക്കുന്നതിലൂടെയുള്ള ദൈവഭക്തിയുടെ അടയാളമായിട്ടാണ് പഴയ നിയമത്തിൽ ശബത്ത് ആചരിച്ചിരുന്നത്. അന്ന് അവർ തങ്ങൾക്ക് ദൈവത്തോടുള്ള ഭക്തിയുടെ ആഴം ധ്യാനിക്കുവാനും ശ്രദ്ധിച്ചിരുന്നു. ഇനി യേശു ശബത്തിനെ കണ്ട വിധവും ആചരിച്ച വിധവും അതിനെക്കുറിച്ച് പഠിപ്പിച്ചതും മനസ്സിലാക്കുന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. യേശുവിനെ പുതുനിയമത്തിൻ്റെ മധ്യസ്ഥൻ എന്നാണല്ലോ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണത്തിൽ നിന്ന് പുതുനിയമത്തിലേക്ക് നയിച്ചവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പറഞ്ഞ സ്ഥിതിമാറ്റത്തിൻ്റെ ഉപജ്ഞാതാവ് യേശുവാണല്ലോ. അവനേക്കാളേറെ ശബത്തിൻ്റെ പ്രാധാന്യം അറിയാവുന്നവർ ആരുമില്ല. എന്നാൽ യേശു തന്നെ പറഞ്ഞു താൻ ശബത്തിനും കർത്താവാകുന്നു എന്ന്. യേശുവിനെ ഇല്ലാതാക്കുവാൻ യഹൂദ മതനേതൃത്വം ശ്രമിച്ചതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് യേശു ശബത്ത് നിയമത്തെ ലംഘിക്കുന്നു എന്നതായിരുന്നു. എന്നാൽ യേശു ദൈവം മോശയ്ക്ക് നൽകിയ ശബത്ത് നിയമത്തെ അല്ലായിരുന്നു ലംഘിച്ചത്. പിന്നെയോ തങ്ങളുടെ സൗകര്യത്തിന് യഹൂദന്മാർ ശബത്ത് നിയമത്തെ വളച്ചൊടിച്ചതിനെ ആയിരുന്നു യേശു ലംഘിച്ചത്. ഉദാഹരണത്തിന് ശബത്ത് ദിവസം ഒരുമിച്ച് കൂടണമെന്ന് ന്യായപ്രമാണത്തിൽ എങ്ങും പറയുന്നില്ല. അന്ന് വീടിന് വെളിയിൽ ഇറങ്ങരുത് എന്നാണ് പുറപ്പാട് 16-ന്റെ 9 പറഞ്ഞിരിക്കുന്നത്.
ബാബിലോന്യ പ്രവാസകാലത്താണ് അവർക്ക് പള്ളികൾ, അതായത് സിനഗോഗുകൾ ഉണ്ടായത്. അത് അവർ അവരുടെ സൗകര്യത്തിനുണ്ടാക്കിയതാണ്. അത് ആരാധനയ്ക്ക് കൂടി വരുവാനുള്ള സ്ഥലങ്ങളും ആയിരുന്നില്ല. ആരാധന ദൈവാലയത്തിൽ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ. എന്നാൽ ശബത്ത് ദിവസം പള്ളികളിൽ ആളുകളെ കൂട്ടിവരുത്തുന്നത് ഈ മതനേതാക്കന്മാരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ സാധിക്കുവാനായിരുന്നു. അപ്പോൾ ശബത്ത് നിയമത്തിൻ്റെ മറവിൽ അവർ ജനത്തെ ചൂഷണം ചെയ്യുകയായിരുന്നു. ദൈവം മോശയിലൂടെ നൽകിയ പ്രമാണങ്ങളിൽ അവർ തങ്ങൾക്ക് ലാഭമുണ്ടാക്കുന്ന ചില പാരമ്പര്യങ്ങൾ തിരികെ കയറ്റി. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ശബത്തിൽ വിളഭൂമിയിൽ കൂടി പോകുമ്പോൾ കതിർ പറിച്ചതിനെ പരീശന്മാർ ചോദ്യം ചെയ്തപ്പോൾ യേശു ദാവീദും കൂടെയുള്ളവരും അവർക്ക് വിശന്നപ്പോൾ പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നതിനെക്കുറിച്ച് ചോദിച്ചു. യേശു ശബത്തിനെ കണ്ടതൊരു സന്മാർഗ നിയമമായിട്ടല്ല, അതൊരു യാഥാർത്ഥ്യമല്ല. ശബത്തൊരു നിഴൽ മാത്രമാണ്, യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ചിത്രം. മോശയിൽ ആരംഭിച്ചത് ക്രിസ്തുവിൽ പൂർത്തീകരിക്കുന്നു. ചില സമയങ്ങളിൽ ഉചിതമായ തീരുമാനം എടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള ഒരു നിയമമാണ്, പ്രമാണമാണ് ശബത്ത്. ശബത്ത് നിയമം പ്രാബല്യത്തിൽ വരുത്തേണ്ട പുരോഹിതന്മാർ തന്നെ ശബത്തിൽ വേല ചെയ്യുന്നില്ലേ എന്നാണ് യേശു ചോദിച്ചത്. ശബത്ത് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാണ്, അല്ലാതെ മനുഷ്യൻ ശബത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതല്ല എന്ന് യേശു പറഞ്ഞു. അതുകൊണ്ട് യേശു പറഞ്ഞത് ശബത്തുമായി ബന്ധപ്പെട്ട് തനിക്കിഷ്ടമുള്ളതുപോലെ താൻ ചെയ്യുമെന്നത്രേ. ശബത്ത് ആചരിക്കുവാൻ പുതിയ നിയമത്തിൽ യാതൊരു കൽപ്പനയുമില്ല. 10 കൽപ്പനകളിൽ ശബത്തൊഴികെ 9 കൽപ്പനകളും പുതിയ നിയമത്തിൽ ആവർത്തിച്ചിട്ടുണ്ട്. കൊലോസ് ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യത്തിന് പ്രകാരം ക്രിസ്തു വിശ്വാസിയെ ശബത്തിൻ്റെ പേരിൽ ആർക്കും വിധിക്കുവാൻ കഴിയില്ല. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 12-ഉം 13-ഉം വാക്യങ്ങളിൽ ജെറുസലേം കൗൺസിലിൽ എടുത്ത തീരുമാനങ്ങളിൽ ശബത്ത് ആചരിക്കണമെന്ന് പുതിയ നിയമസഭയുടെ അപ്പോസ്തലന്മാർ പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടില്ല. നാം ആദ്യ നിയമത്തിന് കീഴിലല്ല, പിന്നെയോ പുതുനിയമത്തിന് കീഴിലാകുന്നു. എന്താണ് പുതുനിയമം എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പഴയ നിയമ വിശുദ്ധന്മാരുടെ ഒരു നീണ്ട ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. അവർ ദൈവത്തിനു വേണ്ടി ചെയ്ത വൻകാര്യങ്ങൾ വിവരിച്ചിട്ട് 40-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു എന്ന്. ഈ നല്ലതൊന്ന് പുതിയ ഉടമ്പടിയാണ്. ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ പുതുനിയമത്തിൻ്റെ രക്തത്താലാകുന്നു അവർക്കും നമുക്കും സകല മനുഷ്യർക്കും രക്ഷ സാധ്യമാകുന്നത്. ഇനിയും കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പൗലോസ് തന്നെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പുതുനിയമത്തിന് ചില സവിശേഷതകളുണ്ട്. ഒന്നാമത്, പുതുനിയമം ജീവൻ നൽകുന്നു എന്ന് 2 കൊരിന്ത്യർ 3:6 പറയുന്നു. രണ്ടാമത്, അത് നീതിയാകുന്നു എന്ന് അതേ അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. മൂന്നാമത്, അത് സ്ഥിരമാകുന്നു എന്ന് 3-ാം അധ്യായത്തിൻ്റെ 10ഉം 11ഉം വാക്യങ്ങളിൽ പറയുന്നു. നാലാമത്, അത് പ്രത്യാശ നൽകുന്നു എന്ന് 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു. അഞ്ചാമത്, അത് വ്യക്തമാണെന്ന്, അതായത് മൂടുപടമില്ലാത്തതാകുന്നു എന്ന് അതേ അധ്യായത്തിൻ്റെ 13ഉം 14ഉം വാക്യങ്ങളിൽ പറയുന്നു. പുതുനിയമം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ്. 18-ാം വാക്യത്തിൽ പഴയ നിയമം അംഗീകരിക്കുന്നവർ മൂടുപടത്തിലൂടെ ഇന്നും കാണുന്നു, പുതുനിയമം അംഗീകരിക്കുന്നവർ മൂടുപടമില്ലാതെ കാണുന്നു. ഇനിയും നാം മനസ്സിലാക്കേണ്ടത്, ശബത്തിന് പകരമാകുന്നുവോ ക്രിസ്തീയ സഭ ഞായറാഴ്ച ആചരിക്കുന്നത്? ഒരിക്കലുമല്ല. ശബത്ത് ദിവസം പ്രത്യേകമായി ഇസ്രായേൽ ജനത്തിന് നൽകിയതായിരുന്നു. ഇത് സഭയ്ക്ക് നൽകിയിരിക്കുന്നതല്ല. ശബത്ത് ദിവസം എന്നാണ് മാറ്റപ്പെട്ടത് എന്നാരെങ്കിലും ചോദിച്ചാൽ അതൊരിക്കലും മാറ്റിയിട്ടില്ല. സഭയെ സംബന്ധിച്ചിടത്തോളം അത് അസാധുവായി തീർന്നിരിക്കുന്നു, അപ്രായോഗികമായി തീർന്നിരിക്കുന്നു. ശനിയാഴ്ചയാകുന്ന ശബത്തിന് നാം അധീനരല്ല. ക്രിസ്തീയ സഭയ്ക്ക് എല്ലാ ദിവസവും ഒരുപോലെ ദൈവത്തെ ആരാധിക്കുവാനുള്ളതാണ്. അതിന് സ്ഥലമോ സമയമോ നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ ക്രിസ്തു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ദിവസം എന്നതിനാലും സഭയുടെ ജന്മദിവസം ആകുന്നു പെന്തക്കോസ്ത് നാൾ എന്നതിനാലും ആദിമസഭ ഞായറാഴ്ച കൂടി വരുന്ന പതിവുണ്ടായി. അത് ശബത്ത് നിയമം പോലൊരു നിയമമാക്കി വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്
ഒരിക്കലും ശരിയല്ല. ഇനി 32-ാം അധ്യായത്തിൽ നിന്നൊരു ചിന്ത ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് പുറപ്പാട് ദിവസം 32-ാം അധ്യായം. മോശയുടെ അസാന്നിധ്യത്തിൽ അഹറോൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ സ്വർണ്ണക്കാളക്കുട്ടിയെ ഉണ്ടാക്കി നമസ്കരിച്ചത് വിവരിക്കുന്ന അധ്യായമാണ് 32-ാം അധ്യായം. എന്നാൽ ഈ അധ്യായത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വെളിപ്പാടുകളിൽ ഒന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിലേക്കും വലിയ പാഠം ഈ പുറപ്പാട് ദിവസം 32-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 32-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ചിന്തിക്കാം. 32-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ മോശ പർവ്വതത്തിൽ നിന്നിറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹ്റോൻ്റെ അടുക്കൽ വന്നുകൂടി. അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിനൊരു ദൈവത്തെ ഉണ്ടാക്കിത്തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായി മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. മോശ പർവ്വതത്തിൽ നിന്നിറങ്ങി വരുവാൻ താമസിച്ചപ്പോൾ അവൻ കൊല്ലപ്പെട്ട് കാണുമെന്നാണ് ജനം ചിന്തിച്ചത്. മോശയില്ലാത്തതിനാൽ തങ്ങളെ മരുഭൂമി യാത്രയിൽ നയിക്കുവാൻ ദൈവങ്ങളെ ഉണ്ടാക്കിക്കൊടുക്കുവാനാണ് അവർ അഹരോനോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ അവർ വിഗ്രഹാരാധനയിലേക്ക് വഴുതു വീഴുകയാണ് ചെയ്തത്. മഹാപുരോഹിതനായ അഹരോൻ അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. എന്നാൽ അഹരോൻ അത് ചെയ്തില്ല. അഹരോനും വിഗ്രഹാരാധനപ്രിയരായ ജനത്തോടൊപ്പം നീങ്ങുന്നതായിട്ടാണ് നാം കാണുന്നത്. ഈ സമയമെല്ലാം മോശ പർവ്വതത്തിൻ്റെ മുകളിൽ കൽപ്പനകളും നിർദ്ദേശങ്ങളും സമാഗമന കൂടാരത്തിൻ്റെ മാതൃകയും സ്വീകരിക്കുകയായിരുന്നു. അതേസമയം താഴെ അനുസരണക്കേടും നന്ദികേടും കൽപ്പന ലംഘനവും അരങ്ങേറുന്നു. മനുഷ്യൻ അത്രമാത്രമേ കഴിയൂ എന്നോർക്കണം. ഞങ്ങളെല്ലാം ചെയ്തു കൊള്ളാം എന്ന് പറയും, എന്നാൽ അവനെക്കൊണ്ടൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്ര നമ്മുടെ മുൻപിൽ ഒരു തുറന്ന പുസ്തകമാണ്. ദൈവത്തിൽ നിന്ന് നന്മകൾ അനുഭവിച്ച് അവൻ്റെ അത്ഭുത കരങ്ങൾ അനുഭവിച്ചവർ പോലും ഇത്ര വേഗം തെറ്റിപ്പോയെങ്കിൽ നമ്മൾ എത്രയധികം അവനിൽ ആശ്രയിക്കണം. അങ്ങനെ ആശ്രയിക്കുവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയണം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വിശുദ്ധനായ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ ദൈവഭൃത്യനായ മോശയ്ക്ക് ദൈവം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇസ്രായേൽ മക്കൾ മിസ്രൈമിലെ ആരാധനാ രീതികളിലേക്ക് വീണ്ടും തിരിഞ്ഞത്. ഇത് അവരുടെ ആത്മീയ അധപതനത്തിൻ്റെ ദുഃഖകരമായ ഒരു ചിത്രമാണ്. ശരീരം കൊണ്ടവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും മിസ്രൈം അവരുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോയിരുന്നില്ല എന്നത് അവരുടെ പ്രവൃത്തികളിലൂടെ വ്യക്തമാണ്. മിസ്രൈമിലെ ദേവന്മാരോടുള്ള ആകർഷണവും അവിടുത്തെ ആരാധന രീതികളോടുള്ള താല്പര്യവും അവിടുത്തെ ഭക്ഷണത്തോടുള്ള മോഹവും സമയാസമയങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. നിങ്ങൾ മിസ്രൈമിൽ തന്നെ നിങ്ങളുടെ ദൈവത്തെ ആരാധിച്ചുകൊള്ളുവീൻ എന്ന ഫറവോൻ്റെ നിർദ്ദേശത്തിൻ്റെ പിന്നിലെ ദുരുദ്ദേശം ഇവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ദൈവജനത്തെ മിസ്രൈമിൻ്റെ സ്വാധീനത്തിൽ തന്നെ നിലനിർത്തി അവരുടെ ഹൃദയം യഥാർത്ഥ വിമോചനത്തിലേക്കും വിശുദ്ധ ആരാധനയിലേക്കും എത്താതിരിക്കണമെന്നതായിരുന്നു അവൻ്റെ ലക്ഷ്യം.